നിന്നെ പോലെ മാളുവിനെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കരുതി മാളു എടുക്കുന്ന പല ബാലിശമായ തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോ അത് നിനക്കൊടുവിൽ പേരുദോഷത്തിന് കാരണമാവും. മാളുവിനൊപ്പം നിന്നതുകൊണ്ട് എനിക്കുണ്ടാവുന്ന ചീത്തപ്പേരിൽ ഞാൻ ഒട്ടും ബോധേഡല്ല VP. ഞാനത് തീർത്തും അവഗണിക്കുന്നു. പറഞ്ഞല്ലോ, എനിക്ക് വലുത് മാളുവിന്റെ ഫ്യൂച്ചറാണ്. ഇനി ഒരിക്കൽ കൂടി ഒന്നിന്റെ പേരിലും അവളെ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതെന്റെ കടമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിന് തയ്യാറല്ലെന്ന് തന്നെയാണോ നിന്റെ തീരുമാനം? അമ്മയോട് പറഞ്ഞ അതേ മറുപടി തന്നെയാ എനിക്ക് VPയോടും പറയാനുള്ളത്. എനിക്ക് പ്രിഫറൻസ് മാളുവാ. അത് കഴിഞ്ഞിട്ടേ ഞാൻ മറ്റെന്തിനെ കുറിച്ചും ആലോചിക്കൂ. ഞാനിപ്പോ പോകുന്നത് മാളുവിന്റെ അടുത്തേക്കാ. കാണണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് മുത്തശ്ശി, സുഖല്ലേ? നല്ല വിശേഷമല്ലേ? എന്താ അപ്പു പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഓ, ചുമ്മാ വന്നേ ഉള്ളൂ. മാള് വന്നിട്ടുണ്ടല്ലേ? അത് പിന്നെ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് നീ അറിഞ്ഞു കാണുമല്ലോ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പിന്നെന്തിനാ അറിയാത്ത മട്ടിലൊരു ചോദ്യം? അല്ല, മാളുവിനെ വെറുതെ കാണാൻ വന്നതാണോ അതോ പ്രത്യേക എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ? അല്ല, കാര്യങ്ങളൊന്നും നീ അറിയാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനെന്നാ മാളിൽ നിന്ന് കണ്ടിട്ട് വരട്ടെ. ദേ അപ്പു, ഉള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് സ്നേഹമായിട്ട് അങ്ങ് പറയാം. മാളു ടീച്ചറിന്റെ വീട്ടിലെ പൊറുതി മതിയാക്കി ഇങ്ങോട്ട് വന്നത്. ഇനി ഉടനെ ആ ഡോക്ടറുമായിട്ടുള്ള ബന്ധം ഒഴിയും എന്ന് മുത്തശ്ശിയോട് ആര് പറഞ്ഞു? പറഞ്ഞത് വേറെ ആരുമല്ല, അവള് തന്നെയാ. മാളു അങ്ങനെ പറഞ്ഞോ? എന്താ, വിശ്വാസമായില്ലേ? എങ്കിൽ കൂട്ടുകാരിയോട് പോയി നേരിട്ട് ചോദിച്ചു നോക്ക്. ഞാനിത് വിശ്വസിക്കണോ ആന്റി? അതെ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കെന്താ. പിന്നെ ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അവളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി നീയായിട്ട് ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റരുത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവളെ കുരുക്കിന്ന് രക്ഷപ്പെടുത്തി നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണം. ദൈവത്തെ ഓർത്ത് കാതിക്ക് ഇന്നാരം ഓതി അത് ഇല്ലാതാക്കരുത്. എന്തൊക്കെ ആന്റി മുത്തശ്ശി പറയുന്നത്? ഞാൻ മാളുവിനെ ഒന്ന് കാണുന്നോണ്ട് എന്തോ വലിയ കുഴപ്പം സംഭവിക്കുന്ന മട്ടിലാണല്ലോ മുത്തശ്ശിയുടെ സംസാരം. ആന്റി എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. മാളു എന്ന കാര്യം അപ്പുവിനോട് ആരാ പറഞ്ഞത്? അത് പിന്നെ ബേസി ആന്റി പറഞ്ഞിരുന്നു. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഈ പറഞ്ഞൊന്നും പാഴായി പോയില്ല. അപ്പു, ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടാ മാളു ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ കൂട്ടാക്കിയത്. ജോബിനുമായുള്ള ബന്ധം വേർപ്പെടുത്താമെന്ന് മാളു ഇപ്പൊ സമ്മതിച്ചിട്ടുമുണ്ട്. അവള് സമ്മതിച്ചോ അതോ എല്ലാരും കൂടി അവളെ സമ്മതിപ്പിച്ചോ? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഇനി ഓരോ നോദിക്കൊടുത്ത് നീയായിട്ട് അവളുടെ മനസ്സ് മാറ്റാതിരുന്നാ മതി. ഇല്ല, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ആന്റി വിഷമിക്കണ്ട. അവൾ എന്നോട് ഇക്കാര്യം പറയുന്നത് വരെ ഞാൻ ഇക്കാര്യം അറിഞ്ഞതായി പോലും ഭാവിക്കില്ല, വിശ്വസിക്കുകയില്ല. ഇതത് തന്നെ അശ്വതി. ടീച്ചർ ബുദ്ധി ഉപദേശിച്ച് പറഞ്ഞു വിട്ടിരിക്കുക പെണ്ണിന്റെ മനസ്സ് മാറ്റാൻ. ദേ, ഇമാതിരി ആൾക്കാരെ ഒന്നും ഇനി ഈ അടിച്ചതിനകത്ത് കയറ്റരുത്. അതെങ്ങനെ? അതൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ തൊലയെ കയറില്ലല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. എത്തിയോ? ഗുഡ് മോർണിംഗ്. രാവിലെ നീ ലാൻഡ് ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാ തമ്പുരാട്ടി നേരിട്ട് വന്നത് മുഖം കാണിച്ചേക്കാന്ന് വെച്ചു. നീ വന്നത് ഏതായാലും നന്നായപ്പോ. നമുക്കേ ഒരിടം വരെ പോണം. എവിടേക്കാ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. സംഗതി സസ്പെൻസാ. അതെ, ഇപ്പൊ തന്നെ ഒരുപാട് സസ്പെൻസുകൾ താങ്ങി താങ്ങി സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ഇനി അതുകൊണ്ട് പുതിയ സസ്പെൻസുകളൊന്നും എടുക്കുന്നില്ല. എവിടേക്കാണെന്ന് പറഞ്ഞാ എനിക്ക് സൗകര്യപ്പെടുമെങ്കിൽ കൂടെ വരാം. ഇല്ലെങ്കിൽ നീ തനിച്ചു വേണ്ടി വരും. വാശിയാണോ? അതെ, വാശിയാണ്. ആദ്യം നീ എങ്ങോട്ടാന്ന് പറ. അതെ, ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ തീരുമാനിച്ചു. ഓ, അപ്പോ സംഗതി നിയമപരമാണല്ലേ? എന്തിനാണാവോ ഇത്ര തിടുക്കപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ കാണുന്നത്? അതൊക്കെ വഴിയെ പറഞ്ഞ പോരെ. നീ വാ, നമുക്ക് ഇറങ്ങാൻ നോക്കാം. വെയിറ്റ്. അതെ, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. എവിടേക്ക്, എന്തിനെന്നറിയാതെ ഞാൻ കൂടെ വരുന്ന പ്രശ്നമേ ഇല്ല. പറ,
എന്തിനാ അഡ്വക്കേറ്റിനെ കാണുന്നേ? അതറിഞ്ഞ നിന്റെ പ്രശ്നം തീരുമല്ലോ. ശരി, പറയാം. ഞാൻ എന്റെ മാരീഡ് ലൈഫിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞ, ഇപ്പോഴുള്ള ഹസ്ബൻഡിനെ ഒന്ന് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. അതിനൊരു ലീഗൽ ഹെഡ് വേണ്ടേ? സോ ഒരു വക്കീലിനെ കാണുന്നു. എന്താ സാർ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഡിവോഴ്സ് എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. മളു, ഐ സീരിയസ്? നീ തമാശ പറഞ്ഞൊന്നുമല്ലല്ലോ? തമാശയോ? തമാശയ്ക്ക് പറയും വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല. ഐ എം ഡാം സീരിയസ്. എന്താ ഇനി നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ ഇന്ദിര മുത്തശ്ശിയുടെ പോലെ എല്ലാ ദൈവങ്ങളെയും ആണയിട്ട് പറയാം. മതിയാവോ? മളു, തമാശകളാ. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഡിവോഴ്സിനെ പറ്റി നീ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ? എന്റെ മാഷയ ഉണ്ടെന്ന് എത്ര തവണ നിന്നോട് പറയണം? ആദ്യം ആന്റിയെ പോലെ ഞാനും കരുതിയത് സ്വയം നന്നായി എന്റെ ഡോക്ടർ സാറ് തിരിച്ചു വരുന്ന. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പിന്നെ എനിക്ക് ബോധോദയം വന്നു. അല്ലെങ്കിലും അപ്പോ നമ്മളെന്തിനാ നമ്മൾ ഉപേക്ഷിച്ചു പോയവരെ കുറിച്ച് ഇത്രയും കൺസേൺ ആവുന്നത്? അവർക്ക് നമ്മളെ ചതിക്കാമെങ്കിൽ അവരെ വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അല്ലേ? ഇനി ഡോക്ടർ അലീനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആക്രാന്തമൂത്ത് ഡോക്ടർ ജോബിനെ എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് മുൻപ് നമ്മളായിട്ട് ഗെയിം മതിയാക്കിയെന്ന് പുള്ളി അറിയണ്ടേ? അറിയിക്കണ്ടേ? മളു, അത് വേണോ? ഇപ്പോഴത്തെ ഈ ആവശ്യത്തിന് നിനക്കങ്ങനെ പലതും തോന്നും. പക്ഷെ പ്രാക്ടിക്കലി ചിന്തിച്ച അപ്പോ വെറുതെ മുട്ടാപ്പോക്ക് പറയണ്ട. ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. നിന്റെ ലൈഫ് നിന്റെ തീരുമാനം ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് അതിന്റെ വരുമരേഖകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം. നന്ദൻ സാറിനെ പോയി ഒന്ന് കണ്ടാലോ? ആ, വക്കീലിനെ കാണണം. പക്ഷേ അത് നന്ദൻ സാറിനെ അല്ല, വേറൊരാളെ. ഫാമിലി കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന നല്ലൊരു വക്കീൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതെന്താ? നന്ദൻ സാറ് നല്ല വക്കീലന്മാരുടെ ഗണത്തിൽപ്പെടില്ലെന്നാണോ? സോറി സർ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. നന്ദൻ സാറിനോട് ഇക്കാര്യം പറഞ്ഞാ നിന്റെ അപ്പുറമാവും. നമ്മളെ ഇരുത്തി ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ഈ തീരുമാനത്തിൽ നിന്ന് നമ്മളെ ക്ലിയർ ഔട്ട് ആക്കും. അല്ലാത്തവരെ കണ്ട ആ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അപ്പു സാറിന്? മതി, ഇത്ര അറിഞ്ഞൊക്കെ തന്നെ ധാരാളം. എങ്കി വാ, നമുക്ക് പോയി വക്കീലിനെ കണ്ടിട്ട് വരാം. ഡിവോഴ്സ് പെറ്റീഷൻ എനിക്ക് കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. നീ ഇപ്പൊ ചിന്തിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. വെറും ഒരു അപ്പാവിയായിരുന്ന എനിക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ? അതിനാ സാറേ പറയുന്നത്, സമയത്തിനൊരാളെ കെട്ടി കുടുംബജീവിതം എന്താന്ന് രുചിച്ച് നോക്കണമെന്ന്. സംഭവം അടിപൊളിയാ. പക്ഷേ അത് നമ്മുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഹലോ സൂരജേട്ടാ. അപ്പു, താനെവിടെയാ? ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. എന്താ സൂരജേട്ടാ വിളിച്ചേ? അതെ, അന്ന് പറഞ്ഞ ഡോക്ടറെ കൈയോടെ പൊക്കിയിട്ടുണ്ട്. അതെയോ? ഡീറ്റെയിൽസ് കിട്ടിയോ? പിന്നെ അല്ലാതെ. അപ്പു ഒരു കാര്യം പറഞ്ഞ ആളിനെ നമുക്ക് തപ്പിയെടുത്തല്ലേ പറ്റൂ. ആൾ ഈഞ്ചക്കലിനടുത്തുള്ള പ്രീമിയർ ടൂറിസ്റ്റ് ഹോമിലുണ്ട്. റൂം നമ്പർ 109. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മൂപ്പർ അവിടെയാ കുടി വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ? താങ്ക്സ് സൂരജേട്ടാ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഞാൻ വരുമ്പോൾ സൂരജേട്ടനെ വിളിക്കാം. ഓക്കെ അപ്പു, വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. ഓക്കെ സൂരജേട്ടാ, താങ്ക്സ്. ആരായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ടുമാണ്. ഞാനിന്ന് ഇറങ്ങുവാ. ഇറങ്ങുവാണോ? ആന്ത് പറ്റി? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഞാൻ റെഡിയാ, നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല മാളു, ഞാൻ വേറെ റൂട്ടിലാ. അതിന് എന്റെ റൂട്ട് ഏതാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ അപ്പു സാറേ, സത്യം പറ. എന്ത് ചുറ്റിക്കളി? ഒന്നുമില്ല. ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി എനിക്കൊരാളെ കാണാനുണ്ട്. ഓ, അപ്പൊ ഒഫീഷ്യലാ. ഞാൻ എന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി വക്കീലിനെ കണ്ടിട്ട് വരാം. ഇപ്പൊ വേണോ മാളു? നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അത് വേണ്ട. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നാ മുത്തശ്ശി പറയുന്ന പോലെ. ശുഭസ്യ ശീഘ്രം. നീ വാ, നമുക്ക് ജംഗ്ഷൻ വരെ ഒരുമിച്ച് പോവാം. ആ നാശം പിടിച്ച കൊച്ചു കേറിപ്പോയിട്ട് കുറെ നേരം ആയല്ലോ. ഇനി എന്തൊക്കെ മാളുവിന്റെ കാതിൽ ഓതി കൊടുക്കുമോ എന്തോ. എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മേ. ബന്ധു ഒഴിയാൻ സമ്മതമാണെന്ന് മാളും നമ്മൾ ഇത്രയും പേരുടെ മുമ്പിൽ സമ്മതിച്ചതല്ലേ? പിന്നെന്താ? ദേ വരുന്നു. നിങ്ങളിത് എങ്ങോട്ടാ മാളു? ഞങ്ങളൊന്ന് പുറത്തു പോവാ. അത് മനസ്സിലായി. അതെങ്ങോട്ടാന്നാ ചോദിച്ചേ? ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ, അതിനുവേണ്ടി പോവാ. അല്ലേ, വക്കീലിനെ കാണാൻ നീ പോയാ മതിയോ മോളെ? പിന്നല്ലാതെ, ഞാനല്ലേ പെറ്റീഷൻ കൊടുക്കുന്നത്, അപ്പൊ ഞാനല്ലേ പോവാൻ.
അങ്ങനെയാണെങ്കിൽ നിനക്ക് അച്ഛന്റെ കൂടെ പോയിക്കൂടെ? ഇക്കാര്യത്തിലൊക്കെ പരിചയമുള്ള ആരെങ്കിലും കൂടെയുള്ളത് നല്ലതല്ലേ? അമ്മയുടെ പറച്ചിലേട്ടാ തോന്നുമല്ലോ അച്ഛനെ ഡിവോഴ്സ് ചെയ്ത് നല്ല പരിചയമാണ്. ദേമാളു തമാശ കളയുന്നുണ്ടോ? അശ്വതി എന്താ ഉദ്ദേശം നിനക്ക് മനസ്സിലായില്ലേ? അതെ, ഇതൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാ. അതിന് മുതിർന്നവരാരെങ്കിലും കൂടെ വേണോന്നാ അവള് പറഞ്ഞത്. എന്റെ മുത്തശ്ശി, ഇത് അതിനു വേണ്ടി മല മറിക്കുന്ന പണിയൊന്നുമല്ല. നല്ലൊരു വക്കീലിനെ കണ്ട അയാൾ 5 മിനിറ്റ് കൊണ്ട് ഒരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. അതിലൊരു ഒപ്പിടുന്ന കാര്യമുള്ളൂ അല്ലേ? അപ്പോ ഏത് അഡ്വക്കേറ്റിനെ നിങ്ങൾ കാണാൻ പോകുന്നത്? ആ നന്ദനെയാണോ? നന്ദൻ സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാ. അതുകൊണ്ട് വേറെ അഡ്വക്കേറ്റിനെ കാണാനാ പോകുന്നത്. അതാരാ ഈ വേറെ അഡ്വക്കേറ്റ്? അതൊക്കെ ഉണ്ട്, ഞാൻ വന്നിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ആന്റി, ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നേ ഉള്ളൂ. മാള് തനിച്ച് അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നേ. ഞാൻ വേറൊരു വഴിക്കാം. അപ്പൊ ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. വാ. ദേ, ഈ പറഞ്ഞൊന്നും നീ വിശ്വസിക്കേണ്ട അശ്വതി. രണ്ടുപേരും കൂടിയുള്ള ഈ പോക്ക് എന്തോ ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, ഈ കാര്യം മുരളിയെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. നമ്മുടെ ഒരു നോട്ടപ്പാടുള്ളത് നല്ലതാ. മുരളിയേട്ടനെന്തോ മീറ്റിംഗിലാന്നാ പറഞ്ഞത്. ഫ്രീ ആവുമ്പോ ഇങ്ങോട്ട് വിളിക്കും, അപ്പൊ പറയാം. അല്ല, നിന്റെ പ്രോഗ്രാം കുറച്ചു കഴിഞ്ഞാക്കിയാ പോരെ? അഡ്വക്കേറ്റിന്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് പോവാന്നേ. ഏയ്, അത് ശരിയാവില്ല. എനിക്ക് കാണേണ്ട ആള് കുറച്ച് സമയം ടൗണിലുണ്ടാവും. അതിനു മുമ്പ് ചെന്നില്ലെങ്കിൽ അയാളെ മിസ്സാവും. ഓഹോ, ആൾ അത്രയ്ക്ക് വലിയ VIP ആണോ? ആഹാ, അത്യാവശ്യം. ആരാ അയാള്? എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? ഏയ്, നിനക്കറിയാൻ വഴിയില്ല. ശരിയപ്പോ നീ നിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് വിളിക്കേ. ശരി, ഞാൻ വിളിക്കാം. ശരി. മാളവിക എന്താ ഇവിടെ? അതൊരു മുന്നറിയിപ്പില്ലാതെ. മുൻകൂട്ടി അറിയിച്ച് ഇവിടെ വരാൻ പാടില്ലെന്ന് പുറത്ത് ബോർഡൊന്നും കണ്ടില്ലല്ലോ. മാളവിക ചൂടാവാതെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തിനാ വന്നത് അത് പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞാ പോരെ? എന്താ മാളവിക, മറ്റുള്ളവരെ പരിഹസിക്കാനാണോ വന്നിരിക്കുന്നത്? ജോബിനെ അന്വേഷിച്ചുള്ള വരവാണെങ്കിൽ അയാൾ ഇവിടെ ഇല്ല. അതിന് ഞാൻ ജോബിനെ അന്വേഷിച്ച വന്നെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? എനിക്ക് കാണേണ്ട ആൾ ഇവിടെ ഉണ്ട്. ഇവിടെയോ? ഇവിടുത്തെ എനിക്ക് ആരെയാ കാണാനുള്ള? നിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്. ഞാൻ വന്നത് അഡ്വക്കേറ്റ് ഹിമാചന്ദ്രനെ കാണാനാ. ആരാ അലീന? തന്നെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ രാവിലെ വിളിച്ചിരുന്നു. മാളവിക മുരളി. ഓ, അത് നിങ്ങളായിരുന്നല്ലേ? എന്തോ കേസിന്റെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്. അത് ഞാൻ പറയാം. മാഡത്തിനോട് തനിച്ച് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, മാളവിക വരൂ. ഡോക്ടർ ജോബിൻ അലക്സിന്റെ മിസ്സസ് ആണല്ലേ? അതെ. എന്റെ ഭർത്താവിനെ മാഡത്തിന് നേരത്തെ പരിചയം കാണുമെന്ന് എനിക്കറിയാം. പരിചയമുള്ളവർ തമ്മിലാവുമ്പോ കാര്യങ്ങൾ വേഗത്തിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ മാഡത്തിന് തന്നെ കേസ് ഏൽപ്പിക്കാന്ന് വിചാരിച്ചത്. മാളവിക, ഞാൻ ഫാമിലി കോർട്ടിലാണെന്ന കാര്യം മാളവികയോട് ആരാ പറഞ്ഞേ? ഒരു നല്ല കാര്യത്തിന് നല്ല വക്കീലിനെ ഏർപ്പാടാക്കേണ്ടത് കേസ് നടത്തുന്നവരുടെ ആവശ്യമാണല്ലോ. അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ മാഡത്തിന്റെ നമ്പർ കിട്ടി. തന്നെയല്ല, മാഡത്തിന് എന്റെ ഭർത്താവിനെ പരിചയം കാണുന്നു ഊഹിച്ചു. എന്തായാലും എന്റെ ഊഹം തെറ്റിയില്ലല്ലോ. നോക്കു മാളവിക, നിങ്ങൾ ഈ പറഞ്ഞ പരിചയം തന്നെയാണ് എന്റെയും പ്രശ്നം. മാളവികയെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ ജോബിനെ എനിക്കറിയാം. ആ പരിചയം വെച്ച് ചോദിക്കുക. പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് വീണ്ടും ഒരുമിച്ച്. സോറി മാഡം, ഞാൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്നതല്ല. എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവിൽ നിന്നുള്ള വിവാഹമോചന. അതിന് വ്യക്തവും സത്യസന്ധവുമായ കാരണങ്ങൾ എന്റെ പക്കലുണ്ട്. മാഡത്തിന് എനിക്ക് വേണ്ടി കേസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. മാഡം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരു അഡ്വക്കേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മാഡം ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, മാഡം നോ ആണ് പറയുന്നെങ്കിൽ കൂടി മറ്റൊരു വക്കീലിനെ കൊണ്ട് ഞാൻ ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. മാഡം ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരിൽ കാണാൻ വന്നത് തന്നെ. ശരി,
എന്താണ് ബന്ധം പിരിയാൻ മാളവിക പോയിന്റ് ഔട്ട് ചെയ്യുന്ന റീസൺസ്? അത് സിമ്പിളാ മാഡം. എനിക്ക് അപ്പു എന്നൊരു ബോയ്ഫ്രണ്ട് ഉണ്ട്. ബോയ്ഫ്രണ്ട് മീൻസ് ട്രാൻസ്മാൻ. ഞങ്ങൾ ജനനം മുതൽ ഒരുമിച്ചായിരുന്നു. ഫാമിലി പരമായും നല്ല സുഹൃത്തുക്കൾ. അപ്പു ട്രാൻസ്മാൻ ആയി പോയതുകൊണ്ട് ഞങ്ങളുടെ സൗഹൃദം ഉപേക്ഷിക്കാൻ എന്റെ വീട്ടുകാർ നിർബന്ധിച്ചിരുന്നു. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ഫാമിലി ഫ്രണ്ടായ ഡോക്ടർ ജോബിനുമായിട്ടുള്ള എന്റെ വിവാഹം നടക്കുന്നത്. പക്ഷേ ജോബിനായിട്ടുള്ള വിവാഹശേഷം എനിക്ക് അപ്പുവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പുവായിട്ടുള്ള സൗഹൃദം കാരണം എനിക്ക് എന്റെ ഭർത്താവുമായി മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ അദ്ദേഹത്തിൽ നിന്ന് നിയമപരമായി ബന്ധം പിരിയാൻ ഞാൻ തീരുമാനിക്കുന്നത്. സോറി, ഇങ്ങനൊരു കാരണം ഡിവോഴ്സിന് സ്ട്രോങ് ആയ ഒരു റീസണായി കോടതി കാണുമോ എന്ന് എനിക്കറിയില്ല. അത് സ്ട്രോങ് ആക്കേണ്ടത് മാഡത്തിന്റെ മിടുക്ക്. റീസൺ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹലോ, ഞാനിങ്ങെത്തി. വിളിക്കണ്ട. ഞാൻ വിചാരിച്ച ആള് മുങ്ങിക്കാണുമെന്ന്. അങ്ങനെ എനിക്ക് മുങ്ങാൻ പറ്റുമോ? ഏൽപ്പിച്ചത് താനായി പോയില്ലേ? അതുകൊണ്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കല്ലേ? അതെ, അപ്പു പറഞ്ഞയാള് ഈ ടൂറിസ്റ്റ് ഹോമിലെ താമസം. റൂം നമ്പർ 109. കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായി പുള്ളി ഇവിടുത്തെ അന്തേവാസിയാണ്. ആള് ഞാൻ പറഞ്ഞ കക്ഷി തന്നെയാണെന്ന് ഉറപ്പുണ്ടല്ലോ സൂരജേട്ടാ? ആ, അപ്പു എന്ത് പറച്ചിലായി പറയുന്നേ? ഡോക്ടർ ജോബിൻ അലക്സ് എന്നല്ലേ ആളുടെ പേര്? അതെ. ആ മഹാൻ തന്നെയാണ് റൂം നമ്പർ 109-ൽ കഴിഞ്ഞ ഒരാഴ്ചയായി പള്ളി കൊള്ളുന്നത്. അതിന് അപ്പുവിന് യാതൊരു സംശയവും വേണ്ട. അല്ല, ആളിനെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ലൊക്കേറ്റ് ചെയ്തു? അതിന് അപ്പു തന്ന ഫോട്ടോയാണ് ഏറ്റവും ഉപകരിച്ചത്. ഇവിടുത്തെ സീനിയർ റൂം ബോയ് മനോജേട്ടൻ നമ്മുടെ ഒരു ബെസ്റ്റ് കമ്പനിയാ. ആരെയും ഒറ്റ നോട്ടത്തിൽ സ്കാൻ ചെയ്യാനുള്ള മിടുക്ക് പുള്ളിക്കുണ്ട്. ഞാൻ അയച്ച ഫോട്ടോ കിട്ടിയതും പുള്ളിയുടെ റിപ്ലൈ വന്നു, ആൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ജോബിനെ നേരിട്ട് കണ്ടോ? പിന്നെ ഞാൻ കണ്ട് ഉറപ്പുവരുത്തിയിട്ടല്ലേ അപ്പുവിനെ വിളിച്ചത്. അപ്പോ എങ്ങനെയാ ഇനി പരിപാടി? ആള് നേരിട്ട് പോയി മുഖം കാണിക്കല്ലേ? നേരിട്ട് മുഖം കാണിക്കാൻ പറ്റില്ല. ആളിപ്പോ റൂമിലുണ്ടോ? ഒരു സെക്കൻഡ്. ആ, മനോജേട്ടാ, നേരത്തെ പറഞ്ഞില്ലേ, അതേ ആവശ്യം തന്നെ. ആളിപ്പോ റൂമിലുണ്ടല്ലോ. ശരി ശരി, ഞാനിപ്പോ വിളിക്കാം. അതെ, ആളിപ്പോ റൂമിലുണ്ട്. എന്താ, അപ്പോ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? തൽക്കാലം ഇല്ല സൂരജേട്ടാ. പുള്ളി റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഞാൻ ചെന്ന് മുട്ടിക്കോളാം. അതിന് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടാ? സാരമില്ല, എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം. അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തൻ്റെ കൂടെ വെയിറ്റ് ചെയ്തേനെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സൂരജേട്ടാ. ഇത്രയും സഹായം ചെയ്തു തന്നില്ലേ, അത് തന്നെ ധാരാളം. അല്ല, അമ്മയും കുഞ്ഞൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓ, രണ്ടുപേരും ഉഷാറായിട്ടുണ്ട്. എന്റെ പോക്കറ്റ് എങ്ങനെ കാലിയാക്കാന്നുള്ള കാര്യത്തില് രണ്ടുപേരും മത്സരിച്ച് റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഹാ, വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം ഈ പിശുക്കന്. പിശുക്കോ? എന്റെ പൊന്നെ, ജീവിച്ചു വെക്കോട്ടെ. എന്നാ സൂരജേട്ടൻ വിട്ടോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഡോക്ടർ പുറത്ത് വരുമ്പോ ക്യാച്ച് ചെയ്തോളാം. ആ, അതിനിടയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്തോളാം. അതിനിടയിൽ ഒരു സഹായം വേണ്ടി വരില്ല. സൂരജേട്ടൻ ധൈര്യമായിട്ട് ചെല്ലാം. എന്നാ ശരി, ഓക്കെ അപ്പു. എന്നാ ശരി. യെസ്, കണ്ടന്റ് ഡ്രാഫ്റ്റ് ആക്കി ഫെയർ ഞാൻ റെഡിയാക്കിക്കോളാം. എന്നിട്ട് വായിച്ചു കേൾക്കാം. പിന്നെ മാഡം, എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്തായാലും ഞാനിവിടെ വന്ന് പെറ്റീഷൻ ഫയൽ ചെയ്ത കാര്യം ഒരുപക്ഷെ എന്റെ ഭർത്താവ് അറിയുമായിരിക്കും. കോടതിയിൽ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാഡത്തിന്റെ മധ്യസ്ഥതയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സെപ്പറേഷന് ഞാൻ തയ്യാറാ. അദ്ദേഹം അതിന് തയ്യാറാവുമെങ്കിൽ ഒരു കോമ്പൻസേഷനും ഞാനും എന്റെ വീട്ടുകാരും ക്ലെയിം ചെയ്യില്ല എന്നുകൂടി പറഞ്ഞേക്കണം. മാളവിക, പെട്ടെന്നൊരു ഇമോഷന്റെ പുറത്ത് എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇത്. മാഡം, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു ഇമോഷന്റെ പുറത്തെടുത്ത തീരുമാനമല്ല ഇത്. വളരെ ആലോചിച്ച് തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്.